ഹായ് നമസ്കാരം, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആഷ്ന. ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നമുക്ക് 10th പ്രിലിംസ്, എസ്പെഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് LGSും അതിൻ്റെ കൂടെ തന്നെ ബേബ്കോ LDCയും അല്ലേ. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് 10th പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ജൂലൈ 18 നമുക്ക് എക്സാം വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുവരെയായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു എക്സാമിന് ഇതുവരെയായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അതൊരു ഇനി പഠിച്ചാൽ കിട്ടുമോ, ഇനി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ഒരു ഡിസിഷൻ മാറ്റാൻ റെഡി ആണെങ്കിൽ ഈ വരുന്ന 10th പ്രിലിംസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കടക്കാനായിട്ട് പറ്റുന്നതാണ്, റിസൾട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ബിക്കോസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ടഫായിട്ടുള്ള ഒരു സിലബസ് അല്ല നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, PSC 10th പ്രിലിംസ് ലെവൽ എക്സാമിനേഷന് തന്നിരിക്കുന്നത് അല്ലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് GK എന്ന് പറയുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഏരിയയിൽ 60 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അതിനെ 6 ടോപ്പിക്സ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, PSC ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും 10 മാർക്ക് വെച്ചിട്ടാണ് പോകുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കിക്കേ, കറണ്ട് അഫേഴ്സ് ആണ്. ഈ കറണ്ട് അഫേഴ്സിന് 10 മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ കറണ്ട് അഫേഴ്സ് നോക്കണം, 2025 വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ജനുവരി തൊട്ടുള്ളത് 2026 വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സിന്റെ സെഷൻസ്, അതായത് മന്ത്ലി ബേസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും അത് നോക്കി പോവുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ വളരെ സിമ്പിളാണ്, ഇന്ത്യൻ ജോഗ്രഫിയിൽ തന്നെ നമുക്ക് മസ്റ്റായിട്ട് നോക്കുന്നത് എന്താണ്, ഇന്ത്യയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ്, നെയ്ബറിംഗ് ആയിട്ടുള്ള കൺട്രീസ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ നദികളെ കുറിച്ച് മസ്റ്റായിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകള്, വന്യജീവി സങ്കേതങ്ങള്, പക്ഷി സങ്കേതങ്ങള്, അതുപോലെ തന്നെ ഈ ഏരിയയിൽ നിന്ന് നമ്മൾ SCERT ബേസ് ചെയ്തിട്ട് വേണം നമ്മുടെ പഠനം കൊണ്ടുപോകാനായിട്ട്. അതായത് നിങ്ങളിപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം SCERT 5 മുതൽ 10 വരെ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് ആ ചാപ്റ്റർ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആ ചാപ്റ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കവർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അല്ലെ. ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ നമുക്കിവിടെ ഇന്ത്യൻ ചരിത്രം, 1857 റിവോൾട്ട്, അതുപോലെ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്, നമ്മുടെ മൂവ്മെന്റ്സ്, അതുപോലെ ലീഡേഴ്സ്, അതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ ഏരിയാസ് ഒക്കെയാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ഇനി ഇത്രയും ഏരിയാസ് 30 മാർക്കാണ് വരുന്നത് അല്ലെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സിമ്പിളാണ്, ദേശീയ ഗീതം, ദേശീയ ഗാനം, അതൊക്കെ അട്ടസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കുന്നതാണ്, അത് ഷുവർ ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങൾ, ആ കേരള ഹിസ്റ്ററി അല്ലെ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ SCERTയിൽ ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് ആദ്യമേ തന്നെ അനാലിസിസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, നിങ്ങൾ പഠിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പാർട്ട് 60 മാർക്കാണ്. പിന്നെ ഓരോന്നിനും 10 മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഈ 60 മാർക്ക് ഫോക്കസ് ചെയ്ത് ഇവിടെ പഠിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. മാത്സിൻ്റെ 10 മാർക്കിൽ വളരെ സിമ്പിളായിട്ടുള്ള റീസണിങ് ഉണ്ട്. അതിന് ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് 8 ടോപ്പിക്സ് മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്ക് 10 മാർക്കിൻ്റെ സെയിം തന്നെയാണ് വരുന്നത്, അതായത് സിമ്പിൾ മാത്സ്, അതായത് ഡെയിലി നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുവാണെങ്കിൽ 20 മാർക്കിൻ്റെ മാത്സിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക. മാത്സ് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് വർക്കൗട്ട് ചെയ്യുക, PYQs വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് 10 മാർക്കിൻ്റെ ഫിസിക്സും കെമിസ്ട്രിയാണ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനാണെങ്കിൽ നിങ്ങളൊന്നും ഫോളോ ചെയ്യേണ്ട, പക്കാ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠനം പോയാൽ മതിയാകും. പക്കാ നിങ്ങളെ SCERT ബേസ് ചെയ്ത് പൊക്കോ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം 20ഉം 10ഉം നമുക്ക് സയൻസിൻ്റെ പോയി. പിന്നെ അടുത്ത് നമുക്ക് 10 മാർക്ക് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിനകത്ത് പഠിക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിക്കാൻ നിൽക്കണ്ട, സിമ്പിളായിട്ട് എന്ത് ചെയ്യുന്നു പഠിക്കുക, നമ്മുടെ വിറ്റമിൻസ് ഇന്ന് പഠിക്കുക, ഡിസീസസ് എന്ന് പഠിക്കുക, പിന്നെന്താണ് പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. വനം, പരിസ്ഥിതി, ദെൻ ആരോഗ്യക്ഷേമം, പിന്നെ നമുക്ക് മനുഷ്യ ശരീരം എന്ന് പറയുമ്പോൾ സെല്ല്, ടിഷ്യൂസ്, ഓർഗൻസ്,
അതിൽ ഓർഗൻ സിസ്റ്റം തുടങ്ങി ഒരുപാട് നമുക്ക് ഒരു വാസ്റ്റായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തലച്ചോറ് ഒഴിവാക്കാൻ പറ്റില്ല. PSC ചോദിക്കുന്നതാണ് ബ്രെയിനുമായി ബന്ധപ്പെട്ട്. പിന്നെ എല്ലുകളെ സംബന്ധിച്ച്, പല്ലുകളെ സംബന്ധിച്ച്, കിഡ്നി, അതുപോലെ ഹൃദയം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കണം, മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്, അത് നോക്കണം. പിന്നെ നമുക്ക് വരുന്നതാണ് ബാക്കി GK എന്ന് പറയുന്നത്. അപ്പോൾ ഈ 60 ദിവസം നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ SSCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ഫസ്റ്റ് നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കണം. പിന്നീട് 10th പ്രിലിംസിൽ ചോദിച്ചിരിക്കുന്ന, കഴിഞ്ഞ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന 10th പ്രിലിംസിൻ്റെ 10th ബേസ്ഡുള്ള എല്ലാ PYQs എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതുപോലെ ഡെയിലി എന്ത് ചെയ്യണം, മാത്സ് നിങ്ങൾ മസ്റ്റായിട്ടും വർക്കൗട്ട് ചെയ്യണം. ക്ലാസ് കാണാനല്ല പറയുന്നത്, ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് റിവിഷൻ. നമുക്ക് എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് റിവൈസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഒരു 60 ദിവസം കൊണ്ട് നിങ്ങൾക്കൊരു ക്രാഷ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യാണ്. ഇതിൽ നിങ്ങൾ പറയും പോലെ ഡെയിലി മാത്സിൻ്റെ വർക്കൗട്ട് ഉണ്ടാകും. എല്ലാ ദിവസവും 12:30 നമുക്ക് എന്തുണ്ട്, PYQ ഡിസ്കഷൻ ഉണ്ട്. PYQ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിംഗ് കാണാനായിട്ട് പറ്റുന്നതാണ്. ഓരോ ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള PYQs എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. SCRTക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് നമ്മൾ തരുന്നുണ്ട്. 60 ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ടൈം ടേബിൾ, അതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. Day 1 നിങ്ങൾ പഠിക്കേണ്ട 3 ടോപ്പിക്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിഫറെൻറ്റ് ടോപ്പ് സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഒരു മാത്സ്, ഒരു സയൻസ്, ഒരു GK ആണെങ്കിൽ അങ്ങനെയായിരിക്കും നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നത്, ഇത് അപ്ഡേറ്റ് ആയിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ തരികയാണ്. PYQ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ്, റെക്കോർഡ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 60 ദിവസം നിങ്ങളുടെ ഒരു ഡിസിഷനാണ്. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്താണ്, അതാണ് അപ്കമിങ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ചിന്തിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ധൈര്യമായിട്ട് AZB അക്കാഡമിയിലേക്ക് പോകുന്നുള്ളൂ. ദയവായി ഒരു കാര്യം കൂടി പറയട്ടെ, പഠിക്കാൻ ടൈം ഉള്ളവർ മാത്രം ഇതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള നെക്സ്റ്റ് ഒരുപോലെ പല ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.